എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന സെപ്റ്റംബർ 14 ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ ഒരു ഫോട്ടോ സമർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു റിവേഴ്സ് ഗിയർ ദൈവം തന്നിട്ടുണ്ടായിരുന്നേ. പലരുടെയും തെറ്റിദ്ധാരണകളും പലരുടെയും ഇഷ്ടക്കുറവും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമായിരുന്നു അല്ലേ? എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒത്തിരി ലേറ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ ചാനൽ തുടങ്ങുമ്പോഴേക്കും പലരും എന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. അപ്പം ഞാനിപ്പോഴും എപ്പോഴും ചിന്തിക്കാറുണ്ട്, കുറച്ച് മുമ്പേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ പലരുടെയും തെറ്റിദ്ധാരണകളും ഇഷ്ടക്കുറവും ഒക്കെ മാറ്റിയെടുക്കാമായിരുന്നു. കാരണം എൻ്റെ റിയൽ ലൈഫ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ എത്ര റിയൽ കൊണ്ടുവന്നാലും അത് റീലാണെന്ന് പറയാനും ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. എന്നാൽ പോലും നമ്മുടെ മനസ്സാക്ഷി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ മുമ്പിൽ കുറച്ചൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം ഗുരുവായൂർ സമർപ്പിക്കാനുള്ള ഫോട്ടോ വരയ്ക്കുന്നതിന് മുമ്പുള്ള കുറച്ച് പ്രഹസനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുളിക്കാൻ പോകുന്നത് തൊട്ട് കുളിച്ച് വരുന്നവരെയുള്ള വീഡിയോസ് വരെ ഞാനിതിൽ ഇട്ടിട്ടുണ്ടേ. എന്തുകൊണ്ടാണെന്നറിയോ? പിന്നീടൊരു കമൻ്റ് ഉണ്ടാവും, അവൾ കുളിക്കാതെയാണ് വരച്ചതെന്ന്. അത്രമേൽ നമ്മളെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം വരയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുമ്പുള്ള കുറച്ച് പ്രഹസനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി നേരെ വരയ്ക്കാൻ പോവുകയാണ്. അപ്പം ആ വീഡിയോസൊക്കെ ഒന്ന് കാണാം കേട്ടോ. അങ്ങനെ ഗുരുവായൂർക്കുള്ള ശ്രീകൃഷ്ണ ജയന്തിക്ക് കണ്ണന് സമർപ്പിക്കാനുള്ള ഫോട്ടോ ജസ്റ്റ് ഒന്ന് കണ്ണും മുഖമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി വർക്ക് തുടങ്ങുകയാണ്. ഇനി 2 ദിവസങ്ങളൂടെ ഉള്ളൂ ശ്രീകൃഷ്ണ ജയന്തിക്ക്. കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചൊന്ന് ലേറ്റായി പോയതാണ്. അപ്പം ഇന്ന് രാവിലെ തന്നെ ഈ വർക്കിലേക്ക് ഇരിക്കാമെന്ന് കരുതി ഇന്നും നാളെയും കൂടി ഒന്ന് എന്താ പറയുക, ചിലപ്പം അർദ്ധരാത്രിയൊക്കെ പെയിൻറ് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് വരും. എന്നാലും കുഴപ്പമില്ല, കണ്ണൻ തീർക്കണം. ഞാൻ ആദ്യം ഇതേപോലെയുള്ളൊരു കുഞ്ഞി കണ്ണനെ സമർപ്പിക്കാൻ വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ, ഈ വർഷമാണ് ഞാൻ ഇത്ര കുഞ്ഞി ഫോട്ടോ വരച്ചത്. അപ്പോൾ ഇത്രയുള്ളൊരു ഫോട്ടോ കണ്ണന് കൊടുത്താലോ എന്ന് ഒരുപാട് ആലോചിച്ച്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, കൊടുക്കുന്നത് കുഞ്ഞായി പോകുമോ എന്നുള്ളൊരു വിഷമം മനസ്സിൽ. അപ്പോൾ പിന്നെ ഇതിൻ്റെ നേരെ വലുത് വരച്ചേക്കാമെന്ന് കരുതി അങ്ങനെ ഇതേ കണ്ണും മൂക്കും ഒക്കെ ഒന്ന് ആദ്യമേ വരച്ച് വെക്കാറുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഒന്ന് ഉണങ്ങി കിട്ടാൻ. അപ്പോൾ ബാക്കി ഇതേ വരയ്ക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, ബാപ്പരി കുറച്ചൊന്നും നിങ്ങളെയും കൂടി കൂട്ടിയിട്ട് വരയ്ക്കാം. ഭയങ്കര കുളിച്ച് വന്നിട്ടാണെങ്കിലും ഗൈസ് ഭയങ്കര ചൂട്. എങ്ങനെ വെച്ചാലാ നിങ്ങൾക്ക് കാണാം. ഇത് ഞാനൊരു ബ്ലാക്ക് തുണി, അയ്യോ ബ്ലാക്ക് വെച്ചാൽ കാണില്ലല്ലേ, ഞാൻ വേറെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് വരട്ടെ. ഒരു മിനിറ്റ്. ഇവിടെ മാത്രം തൽക്കാലത്തേക്ക് ഞാനൊരു റോസ് കളർ തുണി വെച്ചതാട്ടോ. അപ്പോൾ എനിക്ക് ഗ്ലാസ് ലൈനർ ഇവിടെ എടുത്ത് വെച്ചതില്ലാന്ന് തോന്നുന്നു. ഉള്ള തമ്മിൽ വരച്ച് നോക്കട്ടെ, ഇല്ലെങ്കിൽ ഗ്ലാസ് ലൈനർ എടുത്ത് കൊണ്ടുവരണം. ഇങ്ങനെ പൊന്തിച്ച് വയ്ക്കുക കേട്ടോ. അത് എനിക്കൊന്ന് എയിമിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെച്ചിട്ട് വരയ്ക്കുന്നതിനെക്കാട്ടിലും എനിക്കൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് വരയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടി എയിമാവുക.
ഇനി ഇതേ ഇതിൻ്റെ താഴെ സ്കെച്ചാണെന്നൊന്നും പറയണ്ട കേട്ടോ. ഇതിൻ്റെ നേല വേണ്ട, ഞാൻ താഴ്ത്തി തന്നെ വരയ്ക്കട്ടെ. ഇനിയിപ്പോൾ സ്കെച്ച് വരച്ചു എന്ന് പറയണ്ട. എനിക്ക് ഈ റോസ് കളറ് കണ്ണിനൊട്ടും ചേരുന്നില്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഒരു റിഫ്ലക്ഷൻ അടിക്കുന്നത് പോണം. കുളിച്ചിങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഏച്ചാതിരി ചൂടെന്നറിയോ. ഞാൻ ഫാൻ ഇട്ടാൽ ഫാനിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചാലേ ഗൈസ് റെഡി ആവുള്ളൂ. ഈ ഒരു നീല കണ്ടിട്ട് ഇനിയിപ്പം അവൾ ആ ഡ്രസ്സിൻ്റെ ചോട്ടിൽ എന്തോ ഉണ്ട് എന്ന് പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ബ്ലാക്ക് തുണി വീണ്ടും നമുക്ക് വിരിക്കാം. എന്നാൽ പിന്നെ ഡ്രസ്സിൻ്റെ ചോട്ടിലൊന്നും ഉണ്ട് എന്ന് പറയില്ലല്ലോ. എനിക്ക് ഇങ്ങനെ വെക്കാതെ ഒരു എയിം കിട്ടുന്നില്ല ഗൈസ്. ബ്ലാക്കായിട്ട് കണ്ടാവതാ. ഇത് കണ്ടാൽ പറയും ഡ്രസ്സിൻ്റെ ചോട്ടിൽ എന്തോ ഉണ്ട് എന്ന് പറയും. കണ്ടില്ലേ? അയ്യോ, അതിന് ഉണങ്ങിയതിന് ശേഷം വേണം ബാക്കി തുടച്ച് മാറ്റാൻ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാലുള്ള പ്രശ്നം അതാ. ഗ്ലാസ് ആണല്ലോ.
ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ വല്ല ഫാൻ ഇടട്ടെ, മറ്റേ വേർത്തിട്ട് ഒലിച്ചാൽ ശരിയാവില്ല. ഫാൻ ഇടുന്ന സൗണ്ട്, ഫാൻ ഇട്ടാൽ ഒരു സൗണ്ട് ഉണ്ടാവും, അതോട് ഞാൻ കേൾപ്പിച്ചു തരാം. അയ്യോ കുറച്ചൊന്ന് നോക്കിയിട്ട് അപ്ഡേഷൻ തരാം കേട്ടോ. എൻ്റെ പെയിൻറ്റ് മേടിച്ച് ഇവിടെ വെച്ചിട്ട് ഉള്ളു. അയ്യോ ഞാൻ വിചാരിച്ചു ഫോണ് പോയി. എൻ്റെ അമ്മേ ഇപ്പൊ പണി പാളിയേനെ, കരഞ്ഞു പോലൊക്കെ ഉണ്ട്. 2 ബോക്സ് 3 ബോക്സ് അപ്പം 5 ബോക്സായി. 5ഉം 2ഉം 7, 7 3 10. 10 ലൈനറാണ്. ഫാനിട്ടിട്ട് സൗണ്ട് കിട്ടിയില്ലേ? അപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് നേരം ഫാനിട്ട് വരയ്ക്കിട്ട് എനിക്ക് ചൂടും കൂടി താങ്ങാനാവുന്നില്ല ഗസ്. അയ്യോ ഈ ലൈനർ ഒന്ന് വെച്ചാലിട്ട് എന്നെ താങ്ങാൻ പറ്റില്ല ഗൈസ്. ഇവിടെ ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേഷൻ തരാം കേട്ടോ. വരച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ പ്രാവശ്യവും കൊടുക്കുന്നത് കണ്ണന് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേറൊരു ഫോട്ടോ ആയിരുന്നു കൊടുത്തത്. പക്ഷെ അത് കൊടുത്തപ്പം എനിക്കും മനസ്സിനൊരു തൃപ്തി വന്നിട്ടില്ല, കണ്ണനും തൃപ്തി വന്നിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ എല്ലാ വർഷവും കൊടുക്കുന്ന ഫോട്ടോ തന്നെയാണ് ഞാൻ ഇപ്രാവശ്യവും വരച്ചത്. ഇതേ വരച്ച് ഇത്രയായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ഇതിൽ കൊണ്ടുവരണം എന്ന് തോന്നിയപ്പം എനിക്ക് ചെറിയൊരു മനസ്സിലൊരു ഇത് തോന്നി കേട്ടോ. അതിപ്പം ഏതായാലും നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പറ്റൂല. ഇത് ഗൈസ് ഫോണ്, ഒരു മിനിറ്റ്, എനിക്കിത് വരയ്ക്കുന്നത് കാണിക്കാൻ ഉള്ളൊരു ഓപ്ഷനും ഇല്ല. അപ്പം ഇങ്ങനെ കുറച്ച് നേരം കാണിച്ചു തരാം. കാണുന്നില്ലേ? ഇങ്ങനെ പിടിക്കാൻ ആരുമില്ല, എനിക്ക് വീട്ടിൽ ആരുമില്ല, ഞാൻ ഒറ്റക്കള്ള്. കാണുന്നുണ്ടോ? ഇതിൻ്റെ പുറകിലൊന്നും ഒന്നുമില്ല കേട്ടോ. അതാ പറയുക. എനിക്കിത് കാണുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. കാണുന്നില്ലേ? എന്നിട്ട് ഇത്തവണ ചെറിയൊരു വെറൈറ്റി കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നുള്ളത് എനിക്കറിയില്ല ഗൈസ്. അയ്യോ, ഇപ്പോഴത്തെ തുണിയല്ലേ ഞാൻ ആക്കി കുട്ടി കണ്ടോ? അതാണ് ഞാൻ ഇവിടെ തുണി വിരിച്ചാലുള്ള കുഴപ്പം.
കൈ കൊയ്യുന്നു. ഒരു കയ്യിൽ കണ്ണനും ഒരു കയ്യിൽ ഫോൺ നല്ല വെയിറ്റ് ഉണ്ട്. ഭയങ്കര സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് അങ്ങനെ ഇതെങ്ങനെ ഈ ചിലരൊക്കെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്ന പോലെ സ്പെഷ്യലായിട്ട് സ്റ്റാൻഡൊക്കെ മേടിക്കും. ഞാൻ ആ സ്റ്റാൻഡൊന്നും മേടിച്ചില്ല. അല്ലെ മോൻ വിടാൻ വേണ്ടിയിരുന്നു. മോനും സ്കൂളിൽ പോയിട്ടുണ്ട്. ഇനി ടൈമില്ല. അന്ന് വെള്ളിയാഴ്ചയാണ്, ശനി ഞായർ. ഇന്ന് തന്നെ ഞാൻ ചിലപ്പോൾ ഇത് തീർത്തെടുക്കും. കാരണം ഡ്രയർ വെച്ചിട്ട് ഉണക്കുകയ്യ. അല്ലാതെ തന്നെ നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടാണ്. അപ്പോൾ ഡ്രയറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു വരച്ചൊരു 2-3 മണിക്കൂറാകുമ്പോഴേക്ക് ഉണങ്ങും. പിന്നെ 3D ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. 3D എന്ന് പറയുന്നത് ഇതാണ്, ഒരു ഗിൽറ്റർ ഒരു പേസ്റ്റാണ്. അത് പെട്ടെന്ന് ഉണങ്ങും. അപ്പം അങ്ങനെയാണ് ബാക്കി ഫിനിഷ് ചെയ്തിട്ട് കാണിക്കുക. കൈയൊക്കെ ഒഴിയുന്നേ. ഓക്കെ. പൊതുവേ ചിത്രം വരയ്ക്കാൻ എടുക്കുന്ന ടൈമിൻ്റെ പകുതി പോലും ഞാൻ എടുത്തില്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ലൈനറൊക്കെ ഞാൻ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും സ്പീഡിൽ ഇങ്ങനെ പോകുന്ന വളരെ സ്മൂത്തായിട്ട് വരയ്ക്കാൻ പറ്റിയൊരു ഫോട്ടോ ആണ് കേട്ടോ എനിക്കിത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയതെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞങ്ങൾക്കൊക്കെ അറിയാലോ എൻ്റെ കൈക്കൊരു ഇഷ്യൂ ഉണ്ട്. കൈക്ക് ഒരു പ്രശ്നം വന്നതിന് ശേഷം എനിക്ക് വരയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രം വരച്ച് ടൈം എന്നോട് നോക്കാൻ വിട്ടുപോയതാണ്. ഞാൻ പൊതുവെ എടുക്കുന്നതിൻ്റെ പകുതി സമയം പോലും എടുത്തില്ല. അതെന്താ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതേ ഫോട്ടോ അതാ. ഇതിലൊരുപാട് ഒരുപാട് പ്രത്യേകതകൾ കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അതുകൊണ്ടാണ് ഒക്കെ ബ്ലാക്ക് കളറിൽ വരച്ചത്. പൊതുവേ ബ്ലാക്ക് കളറിലല്ല ഞാൻ ഫുള്ളായിട്ട് വരയ്ക്കാറ്. വേറെയും 3D ഒക്കെ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കാറ്. പക്ഷേ എനിക്ക് വരച്ച് തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് ഒരു ഡിസൈൻ കൊണ്ടുവരണം എന്ന് മനസ്സിലൊരു തോന്നൽ. അങ്ങനെ ആ ഒരു തോന്നൽ ഉണ്ടായിക്കൊള്ളേ ആ ഒരു ഡിസൈൻ ഞാൻ ചെയ്തിട്ടില്ല. എന്തായാലും എന്നോട് തെറ്റിപ്പോവും, ഉറപ്പുള്ള കാര്യമാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെ അനുഭവമുള്ളതാണ്. അതുകൊണ്ട് ഫുൾ ബ്ലാക്ക് കളറിൽ കൊടുത്തു. ഡ്രസ്സൊക്കെ ബ്ലാക്ക് കളറിൽ ഞാൻ കൊടുക്കാറില്ല. ലൈനർ ഇട്ടിട്ട് 3D സിൽവർ വെച്ചിട്ടാണ്. പക്ഷേ എനിക്കിതൊരു സ്പെഷ്യലാക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റിയിൽ തന്നെ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. എങ്ങനെയാണെന്നുള്ളത് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. കുറേശ്ശെ അപ്ഡേഷൻ തരാം. മുമ്പ് എന്നോട് എത്രയോ ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന്, ഇതൊക്കെ വേർത്തൊലിച്ചതാട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ തുടങ്ങാൻ നിന്നിട്ടില്ലായിരുന്നു. അന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ എന്നിലുള്ള തെറ്റിദ്ധാരണ പലരുടേതും എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുമായിരുന്നു. പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് എന്നെ എനിമിയെപ്പോലെ കാണുന്നത്. അതെങ്കിലും മാറ്റിയെടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എല്ലാ അപ്ഡേഷനും കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ്. ഇന്ന് തന്നെ ഞാനിത് തീർത്തെടുക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹമുണ്ട്. നടക്കുമെന്ന് എനിക്കറിയില്ല. വരച്ച് കഴിഞ്ഞ് ഫാൻ ഇട്ട് കൊടുക്കട്ടെ. നല്ല ചൂടാണെങ്കിൽ കൊണ്ട് പെട്ടെന്ന് ഉണങ്ങുണ്ടാവും. ബാക്കിയൊക്കെ വൈകിട്ട് തരാം കേട്ടോ അപ്ഡേഷന്. ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഫോട്ടോ ഞാൻ ഗുരുവായൂരേക്ക് വരയ്ക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് മുമ്പ് വരച്ച് വെച്ചിട്ടേ ഉള്ളൂ. അത് മുഴുവനായിട്ട് ഉണങ്ങിയിട്ടോ. എനിക്ക് അടുത്ത വർക്ക് ചെയ്യാൻ തക്കത്ത രീതിയിലേക്ക് ആയി വന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടി. ഞാൻ 4 ദിവസങ്ങൾ കൊണ്ടാട്ടോ ഒരു ഫോട്ടോ പൂർത്തീകരിക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഗുരുവായൂരേക്ക് ഒരു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഫോട്ടോ പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഫുള്ളായിട്ട് തീരുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിൽ പോലും മാക്സിമം ഞാനത് തീർക്കും. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ ചെറിയൊരു എന്താ പറയുക, ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടുപോകുന്നത് എന്താ വെച്ചാൽ, എന്നും വരയ്ക്കുന്നതിനേക്കാട്ടിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്.
മെയിനായിട്ട് ആ ബ്ലാക്ക് ലൈനർ കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനങ്ങനെ ബ്ലാക്ക് ലൈനർ കൊണ്ട് മൊത്തമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല. ഒരു ഫോട്ടോ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് അത് ഇറങ്ങുന്നത്. പൊട്ടൊക്കെ ബ്ലാക്ക് ലൈനർ കൊണ്ടാണ് കൊടുക്കുന്നത്. കുറച്ചും കൂടി അടുപ്പിച്ചിരുന്നിട്ട് ഒന്ന് വീഡിയോ കാണിച്ചു തരാം. എനിക്കിവിടെ വീഡിയോ എടുത്ത് തരാനൊന്നും ആരും ഇല്ല കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. അവർ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമുക്കത് കറക്റ്റ് ടൈമിനേക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ കേട്ടോ ഒരു എന്താ പറയുക, വെറൈറ്റി കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. എത്ര പെട്ടെന്ന് ഉണങ്ങിയെന്നറിയോ? ഈ ലൈനർ ഉണ്ടല്ലോ പൊതുവേ എനിക്ക് ഭയങ്കര ഹാർഡായിട്ടാണ് തോന്നാറ്. പക്ഷെ ഇന്നെന്തോ ഭയങ്കര കൂളായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. കാണുന്നുണ്ടോ? കാണുന്നില്ലേ ഗൈസ്? അപ്പം ഇങ്ങനെയാണ് അപ്പം ഞാനിത് ഫുള്ള് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, സമയം 3:52 കേട്ടോ. അപ്പോൾ ചോറ് കഴിച്ചിട്ടില്ലായിരുന്നു. ചോറ് ഞാൻ സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്, കണ്ണ് നല്ല സ്ട്രെയിൻ കൊടുക്കുന്നതാണ്. ഫുഡും കൂടി കഴിച്ചിട്ടില്ലെങ്കിൽ തലവേദന വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കുകയാണ്. അപ്പം കഴിക്കാനുള്ള ഫുഡ് എന്താണെന്ന് വെച്ചാൽ ചെറുപയറും ഉണ്ട്, അച്ചാറും ഉണ്ട്. ഇവിടെ മീൻകറിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. മീൻകറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്. പക്ഷെങ്കിൽ ഗുരുവായൂരേക്കുള്ള ഫോട്ടോ ഞാൻ വരയ്ക്കുന്നത്, അതുകൊണ്ട് വരച്ച് തീരോളും വെച്ചെങ്കിലും സ്കിപ്പ് ചെയ്യാം, അതുകൊണ്ടാണ്. പക്ഷേ ചെറുപയറാണ് ഞാൻ കഴിക്കുന്നതെങ്കിലും തല നനച്ചൊന്നും കുളിച്ചാളും കേട്ടോ. അത് വേറെ എങ്ങോട്ടുമുള്ള ഫോട്ടോ പോലെ അല്ലല്ലോ ഗുരുവായൂരേക്ക് എന്ന് വിചാരിച്ചിട്ടാണ്. വിശന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചെറുപയറും അച്ചാറും ആണെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളി അച്ചാറും ചെറുപയറും. ഓക്കെ, നല്ല കഴിയട്ടെ. കണ്ണനോട് ഇത്രമേൽ സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് നീ ഹിന്ദുമതം സ്വീകരിച്ചില്ല എന്നുള്ള കമൻറ്റുകൾ തീർച്ചയായിട്ടും ഞാനിവിടെ പ്രതീക്ഷിക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ തൊഴിൽ എന്തു തന്നെ ആയിക്കോട്ടെ, അതിൽ നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത, അതാണ് നമ്മുടെ വിജയം എന്ന്
എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ തൊഴിലിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയാണ്. അതിലേക്ക് നിങ്ങൾ മതം കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതെൻ്റെ തെറ്റല്ല, നിങ്ങളുടെ മാത്രം തെറ്റാണ്. നമ്മുടെ ഈ രാജ്യത്ത് ഇഷ്ടമുള്ള വസ്ത്രത്തിലും ഇഷ്ടമുള്ള മതത്തിലും ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുള്ളപ്പോൾ എന്തിനാണ് ഈ കമൻറ്റ് ട്രോളികളെ പേടിച്ച് ഞാൻ ജീവിക്കുന്നത്? ഞാൻ ചെറുപയറും ചോറുമാണ് കഴിച്ചതെങ്കിൽ പോലും അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറ്റുന്ന ഫോട്ടോ അല്ലേ എന്ന് കരുതിയിട്ടാട്ടോ ഒന്നുകൂടി കുളിച്ചത്. എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്. കാരണം അത്രമേൽ പവിത്രമായ സ്ഥലത്തേക്ക് നമ്മൾ അത്രമേൽ ശ്രദ്ധിച്ചിട്ട് വേണ്ടേ ഫോട്ടോ കൊണ്ടുപോകാൻ എന്നുള്ളത് കൊണ്ട് മാത്രം കേട്ടോ. അപ്പം കുളിച്ച് ഒക്കെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം വീണ്ടും വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്താണെന്ന് എനിക്കറിയില്ല, ഇന്ന് വരച്ച ഫോട്ടോ പെട്ടെന്ന് ഉണങ്ങുകയും പെട്ടെന്ന് എന്നോട് സഹകരിക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ. പൊതുവേ വരച്ചാൽ കുറേ ടൈം എടുക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത്തവണ എനിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്ന് വരയ്ക്കാനും പറ്റിയിട്ടുണ്ട്. അത് ഞാൻ വിചാരിക്കുന്നതിനേക്കാട്ടിലും പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നേരെ വരയ്ക്കാൻ പോട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യെ തരാം കേട്ടോ. വരയ്ക്കാനിരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യവും ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഗുരുവായൂരേക്ക് പോവുകയല്ലേ, കണ്ണനെ കാണാൻ പോവുകയല്ലേ. അപ്പോൾ കണ്ണന് വേണ്ടിയിട്ട് ഒരു കദളിക്കൊല വെട്ടാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ എപ്പോൾ കദളിക്കൊല വെട്ടിയാലും അത് ഞങ്ങൾക്ക് ഗുരുവായൂർ കൊണ്ടു കൊടുക്കേണ്ടിയിരുന്നു. എന്നാലേ എനിക്കും എൻ്റെ ഭർത്താവിനും ഒരു സമാധാനം കിട്ടുള്ളായിരുന്നു. പിന്നീട് ഭർത്താവ് ഗൾഫിൽ പോയതിന് ശേഷം ഞാൻ അങ്ങനെ കദളിക്കൊല അങ്ങോട്ട് കൊണ്ടുപോയില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോകുന്നത് തൊട്ടിട്ട് വീട്ടിൽ കദളിക്കൊല ഇനി ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വെട്ടിയിട്ട് കൊണ്ടുപോകുന്ന മനസ്സുകൊണ്ട് ആഗ്രഹിച്ചൊരു സംഭവമാണ്. അത് ഇത്തവണ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കദളിക്കൊല വെട്ടാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. എത്ര സന്തോഷമെന്നറിയോ, ഇങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമൊക്കെ കണ്ണന് കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത്. ഇത് വാഴക്കൂമ്പ് ഞാൻ വെട്ടിക്കാളുന്നില്ല കേട്ടോ. അതിവിടെ അമ്പലത്തിലൊക്കെ എന്തെങ്കിലും പരിപാടിയുള്ള സമയത്ത് അവർ വാഴക്കൂമ്പുള്ള വാഴ പൊരിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഈ വാഴക്കൂമ്പ് എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ വാഴക്കൂമ്പും കൂടി കൂട്ടിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ കൊണ്ടു കൊടുത്തത്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് വാഴക്കൂമ്പൊക്കെ വെട്ടിയിട്ടായിരുന്നു കേട്ടോ കൊണ്ടു കൊടുക്കൽ. അങ്ങനെ കണ്ണന് കൊണ്ടു കൊടുക്കാൻ കദളിക്കൊലയും വെട്ടി. ഇനി നേരെ വരയ്ക്കാനിരിക്കട്ടെ. അങ്ങനെ വരച്ച് ഉണങ്ങാൻ വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തവണ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയേക്ക്. ഇതാ ഗൈസ് നോക്കിയാൽ ഒന്നായിട്ട് ഉണങ്ങിക്ക്. പൊതുവേ ഞാൻ വരച്ചിട്ടിപ്പം രാവിലെയൊക്കെ വരച്ച് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ തൊട്ടാൽ നമ്മുടെ കയ്യുമ്മേൽ ഇങ്ങനെ പറ്റിപ്പോരും കേട്ടോ. പക്ഷേ വെയിൽ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം എന്ത് തന്നെ ആണെങ്കിലും ഗൈസ് പെട്ടെന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം ഞാൻ ചെയ്യുകയാണ്. ഒരുപാട് ഇനിയും വർക്ക് ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. പക്ഷേ പെട്ടെന്ന് ഉണങ്ങുന്നതുകൊണ്ട് എനിക്ക് സ്പീഡാക്കുന്നത് ഇന്ന് തന്നെ തീർക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ചിലപ്പോൾ പറ്റിയില്ല കേട്ടോ. നാളത്തോടുകൂടെ തീരുണ്ടാവുള്ളൂ, പറയാൻ പറ്റില്ല. അപ്പം ഇന്ന് തീരുമോ നാളെ തീരുമോ എന്ന്. പക്ഷേ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്നിരുന്നാൽ തീരാം എന്ന്. കാരണം പൊതുവേന്ന് വെച്ചാൽ ഉണങ്ങി കിട്ടാനാണ് ബുദ്ധിമുട്ട്. ഇത് ഉണങ്ങി കിട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഘട്ടം കാണിച്ചു തരാവേ. പെയിൻറ്റിങ്ങും തുടങ്ങി ഗൈസ്. പെയിൻറ്റിങ് ഒരു പകുതിയോരായിട്ടോ. പകുതിയോരാന്ന് പറയാൻ പറ്റില്ല, ഒരു ഭാഗമായി. ഇനി ഇത് ഉണങ്ങിയിട്ട് വേണം ബാക്കി ചെയ്യാൻ. ഷടപടാ എന്ന് പറഞ്ഞ് കഴിയുന്നുണ്ട് കേട്ടോ. ഗുരുവായൂരപ്പന് പൊന്നുകൊണ്ട് തുലാഭാരം നടത്താനൊന്നും നമ്മളെ കൊണ്ടാവില്ലേ. പക്ഷേ ഈ പ്രാവശ്യം ഫുള്ള് ഗിൽറ്ററാണ്, ഫുള്ള് ഗോൾഡൻ കളറിലെങ്കിലും കൊടുക്കാൻ പറ്റിയ അത്രയുമേൽ സന്തോഷം. ഏതെങ്കിലും കാലത്തൊക്കെ പറ്റുമായിരിക്കും കേട്ടോ നമ്മളെ കൊണ്ട് സ്വർണ്ണമൊക്കെ കൊടുക്കാൻ, പറയാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം എന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ. ഫുള്ള് ഗോൾഡായിട്ട് ഭയങ്കര ഒരു തിളക്കത്തിൽ തന്നെ കൊടുക്കാമെന്ന് കരുതി.
ഇത് വര തുടങ്ങിയതിന് ശേഷം മനസ്സിൽ വന്നൊരു ഇതാട്ടോ. അപ്പം അതിനനുസരിച്ച് ചെയ്യാണ്. ബാക്കി ഫൈനലി കാണിച്ചു തരാവേ. ഓക്കെ, അങ്ങനെ ഇതേ നമ്മുടെ ഫോട്ടോ ഇങ്ങനെയാട്ടോ ആയിട്ടുള്ളത്. കാണുന്നുണ്ടോ മോനെ? ഇനി ബാക്കി വർക്ക് നാളെ ചെയ്യുന്നുള്ളൂ. എന്താ വെച്ചാൽ രാവിലെ തൊട്ട് ഇരിക്കുന്നതാണല്ലോ, ഭയങ്കര ബാക്ക് പെയിന്. ഞാൻ ഒരു ഫോട്ടോ 4 ദിവസങ്ങൾ കൊണ്ടാട്ടോ തീർക്കുന്നത്. ഇത് ഇന്ന് തന്നെ ഇരുന്നാൽ ഏകദേശം ഒരു 3-4 മണിക്കൂറോടും ഇരുന്നാൽ ഈ ഒരു ഫോട്ടോ ഫിനിഷ് ആവട്ടെ. പക്ഷേ അത്രക്കൂടിയുള്ള ശേഷി എനിക്കില്ല, കാരണം ഭയങ്കര ടയേർഡാണ്. ഞാൻ ഇന്ന് 3 ദിവസത്തെ വർക്കാണ് ഇന്നൊരു ദിവസം. ഇതേ ബാക്കിലേക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കുറച്ചും കൂടി കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഡിസൈൻ എൻ്റെ മനസ്സിൽ വന്നൊരു ഡിസൈനാട്ടോ. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഡിസൈനിൻ്റെ ഉള്ളിൽ പല പല കളർ വെച്ചിട്ടാണ് കൊടുത്തത്. വാങ്ങാൻ നമ്മൾ കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ഞാൻ കൊടുത്തിരുന്നത് എന്ന് കാണിച്ചു തരാം. ഇങ്ങനെയായിരുന്നു ഞാൻ പൊതുവെ ഫോട്ടോയിൽ കൊടുത്തിരുന്ന ഡിസൈന്. ഇതേപോലെ എല്ലാം വരച്ചിട്ടുണ്ട്. ഇതിനാണ് ചിലപ്പം നിങ്ങൾക്ക് ഭംഗി തോന്നിയെങ്കിൽ പോലും ഫിനിഷിങ്ങിൽ ഇത് ആയിരിക്കും കേട്ടോ. ഇത് ഉണങ്ങിയിട്ടില്ല. ഇത് ഈ ഗിൽട്ടർ ഒരുപാട് കൊടുത്തതുകൊണ്ട് ഉണങ്ങാൻ കുറച്ച് ഈ ഉണങ്ങാത്തത് നമുക്ക് പെയിൻറ് ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് മനസ്സിൽ ഇങ്ങനെ കൊടുക്കണമെന്ന് തോന്നി. കാരണം അത് ഫൈനലി ഭയങ്കര ഭംഗി ഉണ്ടാവും. ഇതേപോലുള്ള തിളക്കം ഇതിന് വരും. ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഗുരുവായൂരേക്ക് വരയ്ക്കുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും തോന്നും. ചിലപ്പോൾ അത് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഫോട്ടോനെക്കാട്ടിലും ഇത് കണ്ടില്ലേ ഭയങ്കര കളർഫുള്ളായിട്ടാണ് ഞാൻ ചെയ്തത്. ഇതിനത്ര കളർഫുൾ വരുമെന്ന് എനിക്കറിയില്ല. എപ്പോൾ ഗുരുവായൂരേക്ക് വരയ്ക്കുമ്പോൾ എന്തെങ്കിലും എനിക്ക് പുതുതായിട്ട് ചെയ്ത് നോക്കാൻ തോന്നും. അപ്പം ചില ഫോട്ടോക്ക് ഞാൻ വിചാരിച്ചത്ര ഭംഗിയൊന്നും കിട്ടൂല കേട്ടോ. എന്നിട്ട് എനിക്ക് സങ്കടമാവും. ഷോ എന്നും ചെയ്യും പോലെ ചെയ്താൽ മതിയായിരുന്നു, ഇതെന്തിനാണ് ഞാനിങ്ങനെ പരീക്ഷണം നടത്തിയെന്ന് ഇങ്ങനെ ചിന്തിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെയെന്ന് അങ്ങനെ ചെയ്തിട്ടില്ല വെച്ചാൽ ആ ഫോട്ടോക്ക് എന്തെങ്കിലും അബദ്ധം, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന് എനിക്ക് അനുഭവം ഉള്ള കേട്ടോ. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഗോൾഡൻ കളർ ഇത് ഓണം തളങ്ങും കേട്ടോ. ഇത് ഉണങ്ങാഞ്ഞിട്ടാണ് ഈ ഒരു ഗോൾഡും ഈ ഒരു യെല്ലോ കളറും ഈ യെല്ലോ കളറും സെയിം യെല്ലോ കളറാണ്. തിളക്കം വരാത്തത് ഉണങ്ങാഞ്ഞിട്ടാട്ടോ. ഇതേ സെയിം തിളക്കം നമ്മുടെ ഈ കണ്ണിനും ഉണ്ടാവും. ഒരു 2 ദിവസം പിടിക്കും ഉണങ്ങി വരണമെങ്കിൽ ഈ ഗോൾഡൻ കളർ കേട്ടോ. പക്ഷെ അത് നമ്മളെ വരയ്ക്കുന്നതിലൊന്നും ബാധിക്കുന്നൊരു സംഭവമല്ല. അപ്പം ഞാൻ ഇപ്പം സ്റ്റോപ്പ് ചെയ്യാൻ വേറെയും കാരണമുണ്ട്. പിള്ളേരുണ്ട്, അപ്പോൾ അവർക്ക് മീനൊക്കെ വേണം, മീൻ പൊരിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മീനൊക്കെ പൊരിച്ച് ഇനി 3ാമത്തെ കുളിയോടെ എന്നെ കൊണ്ട് കുളിക്കാനാവുന്നില്ല. ഒന്നാമത് ഭയങ്കര ടയേർഡാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ബാക്കി ഫിനിഷ് ചെയ്ത് നാളെ തന്നെ ഫ്രെയിം ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നാളെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ നാളെ പോളൂ അരുണ് ലീവ് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റന്നാൾ പുലർച്ചെയാണ് പോവുക കേട്ടോ. അപ്പോൾ ബാക്കി നാളെ കാണേ. ഇന്നതേ വരയ്ക്കുന്ന 2ാമത്തെ ദിവസമാട്ടോ. നാളെയാണ് ശ്രീകൃഷ്ണ ജയന്തി. അപ്പോൾ ഇന്ന് പോകണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഫോട്ടോ റെഡിയായില്ല. അതിനെക്കാട്ടിലുപരി അരുണിന് ലീവ് കിട്ടിയില്ല. അങ്ങനെ ലൂടിയായി. ഇപ്പോൾ കുളിച്ചതേ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേറെ ഒന്നുകൊണ്ടും അല്ല, എനിക്ക് വേണ്ട നല്ല തലവേദന. അപ്പം ഒന്നാമത് 3 ദിവസം കൊണ്ട് ചെയ്യേണ്ട വർക്ക് ഇന്നലെ 1 ദിവസം കൊണ്ട് ഞാൻ തീർത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതാണ് കുളിച്ച് നോക്കുക ഇനി. അപ്പം നേരെ വരയ്ക്കാനിരിക്കട്ടെ കേട്ടോ. ഓക്കെ, നമ്മുടെ ഫോട്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 3-4 മണിക്കൂറിലത്തെ പണി വരും. അതോട് കഴിഞ്ഞാൽ ഫോട്ടോ റെഡിയായി.
ഗ്ലൂ അടിക്കുന്നതിന് മുമ്പായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം. മറ്റെന്തെങ്കിലും എവിടെയെങ്കിലും സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ ഇതാവും. ഇന്ന് വീഡിയോ എടുത്തിടാനുള്ളുണ്ട് കേട്ടോ. ഇതാണ്, ഇത് പെയിൻറ് ചെയ്ത് ഉണങ്ങാൻ വെച്ചിട്ട് ചെറിയൊരു പരിപാടിയുണ്ട്. എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനിത് പെയിൻറ് ചെയ്യട്ടെ. മോനെ പെയിൻറ് ചെയ്യുന്ന കുറച്ചൊന്ന് കാണിച്ചു കൊടുക്ക്. ഞാൻ ഒരുപാട് നേരം നിർത്താത്ത എന്താ വെച്ചാൽ ഇപ്പം തന്നെ അരമണിക്കൂറിൻ്റെ പുറത്ത് എല്ലാം കൂടി വീഡിയോ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് വലിയ ലെങ്തായിട്ടും കാര്യമില്ലല്ലോ. കുളിച്ച് വന്നാലാണ് ഗൈസ് ചൂട്. അപ്പം ഞാൻ ഇത് ചെയ്യട്ടെ. ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമ്മുടെ കണ്ണം ഫിനിഷ് ആവും കേട്ടോ. പെയിൻറ് ചെയ്ത് ഉണങ്ങാൻ വെച്ചതാട്ടോ. നിങ്ങൾ വിചാരിക്കും ഈ പറിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന്. ഇത് മറ്റൊന്നുമല്ല, തുളസിയാണ്. നാളെ ഗുരുവായൂർക്ക് പോവുകയാണല്ലോ. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത പറമ്പിൽ ഇഷ്ടം പോലെ തുളസിയുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലുള്ള തുളസിയല്ലേ കുറച്ച് കണ്ണന് കൊണ്ട് കൊടുക്കാമെന്ന് കരുതി നിറയെ തുളസിയാട്ടോ. നിങ്ങൾക്ക് വീഡിയോസിൽ അങ്ങനെ കാണാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നായിട്ട് പുല്ല് നിറഞ്ഞ് കിടക്കുന്നുണ്ടാട്ടോ. അപ്പോൾ നല്ല നാടൻ തുളസിയാണ്. ഭയങ്കര സ്മെല്ലെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കുത്തുന്ന സ്മെല്ലുണ്ടല്ലോ, അത്രയും സ്മെല്ലുണ്ട്. നല്ല നാടൻ തുളസിയായിട്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പറിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പറിച്ച് ഒരു വാഴയിലയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വാഴയിലയിൽ തന്നെ കെട്ടിയിട്ട് കൊണ്ടുപോകാമെന്ന് കരുതി. അത് കഴുകണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കഴുകി വെച്ചാൽ നാളേക്കത് ചീഞ്ഞു പോയാലോ എന്ന് കരുതിയിട്ട് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നാളെ ഇനി കണ്ണന് കൊണ്ട് കൊടുക്കണം. ഇത്രയും ഞാൻ പറിച്ചു കേട്ടോ. നല്ല വെയിലാണ്. കുളിച്ചപാടുക്കാണ് പറിക്കാൻ പോയത്. അപ്പം തലവേദന ഉള്ളതാണ്. അപ്പോൾ ഇത്രയും ഞാൻ പറിച്ചിട്ടുള്ളൂ എന്ന് തന്നെ പറയാം. ഇനി ഒരുപാട് അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പറിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത്രയും പറിച്ചു. ഇനി ഇതൊന്ന് കെട്ടിയിട്ട് വെക്കണമെന്ന് വിചാരിച്ചു. കെട്ടി വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതും നാളെ ഗുരുവായൂർ കൊണ്ടുപോകാനുള്ളതാണ് കണ്ണന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഫോട്ടോ ഫൈനലി ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇതാണ്. ഇനി ഫ്രെയിം ചെയ്യുകയും കൂടി ചെയ്താൽ ഫോട്ടോ റെഡിയായി. അപ്പം നേരെ ഫ്രെയിം ചെയ്യാൻ കേട്ടോ. ഫോട്ടോ കുറച്ചൊന്ന് ഫ്രെയിമിനെക്കാട്ടിലും വലുതാട്ടോ. പ്ലെയർ അവിടെ ഉണ്ട്. പ്ലെയർ ഒന്ന് എടുത്തുണ്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം, എന്നാലേ ഫ്രെയിമിൻ്റെ അകത്ത് കയറുള്ളൂ. ഫ്രെയിം നമ്മൾ അളവ് പറഞ്ഞിട്ട് ചെയ്യിക്കുന്നതാണല്ലോ. അവിടെ അല്ലേ ആദ്യമൊക്കെ പുറത്ത് കൊണ്ടുപോയി ഫ്രെയിം ചെയ്യിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ തന്നെയാണ് ആശാരിപ്പണി എടുക്കാറ്. അപ്പോൾ ആശാരിമാരാണോ ഫ്രെയിം ചെയ്യൽ എന്ന് ചോദിക്കും. അല്ല, പക്ഷേ അങ്ങനത്തെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഫ്രെയിം കട്ട് ചെയ്യുക, ഷീറ്റ് കട്ട് ചെയ്യുക, ഇതൊക്കെ ഞാൻ തന്നെ. സമയം 1 മണിയോ 2 മണി എങ്ങാനായി. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാണ്ടാണ് വരയ്ക്കാൻ വരുന്നത്.
സ്പെഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്രെയിമിൻ്റെ അകത്ത് കയറി. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ. അങ്ങനെ ഫൈനലി നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ സമർപ്പിക്കാനുള്ള ഫോട്ടോ പൂർത്തീകരിച്ചു. ദേ ഇതാണ് ആ ഫോട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഈ വീഡിയോസൊക്കെ ഞാൻ ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് നല്ലതാണ് എന്നുള്ളത് കൊണ്ട് എന്താന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നെ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തിക്ക് കണ്ണിന് സമർപ്പിക്കാനുള്ള ഫോട്ടോ ഇതാണ്. കഴിഞ്ഞ വിഷുവിന് ഇതേ സെയിം മോഡൽ ഒരു ഫോട്ടോ കേട്ടോ ഞാൻ വരച്ചത്. ആ സെയിം മോഡൽ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അതേപോലെ ഒന്ന് വരച്ച് വീട്ടിൽ തൂക്കിയതാട്ടോ. അപ്പോൾ ഞാൻ ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കൽ തുടങ്ങിയിട്ട് ഒരൊറ്റ പ്രാവശ്യം വേറൊരു മോഡൽ ഫോട്ടോ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇതേ മോഡൽ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. വലിയ കണ്ണനും ചെറിയ കണ്ണനും. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ജസ്ന സലീം.